ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു കൂവപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് ഈ കൂവപ്പായസം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ കൂവപ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിതാ കൂവപ്പൊടി, ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂവ എങ്ങനെയാണ് അരച്ചിട്ട് ഈ പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാവേ. അപ്പോൾ നമ്മുടെ പൊടി ഏകദേശം 1 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ഒരുപാട് പേര് പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിതാ 1 കപ്പ് കൂവപ്പൊടിക്ക് 3 കപ്പ് ഓളം വെള്ളമാണ് ആദ്യം ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതാ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ 3 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കുറുകിയതുപോലെയാണ് ഇരിക്കുന്നത്. ഞാനിതാ ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ഞാൻ 1 കപ്പ് കൂവപ്പൊടിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ്. അപ്പോൾ ഞാനിതാ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിത് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കരയെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കട്ടെ. നമ്മൾ ഒരു നൂൽപ്പരുവം ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ശർക്കര ഒന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയായിരിക്കും. ഇതാ കണ്ടോ, നമ്മുടെ ശർക്കരയിലൊക്കെ അത്യാവശ്യം അഴുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ശർക്കര എപ്പോഴും അരിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഈ ശർക്കര ഉരുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എല്ലാ വെള്ളം കൂടെ ആകുമ്പോൾ നമ്മുടെ കൂവപ്പായസം ലൂസായിട്ട് പോകും. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്ഷണലായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. 1 ടീസ്പൂണോളം നമ്മുടെ ചെറുപയർ പരിപ്പ്, നമ്മൾ പരിപ്പ് പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുപയർ പരിപ്പാണ്. അത് ഒരു പാത്രത്തിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവരെ അത്യാവശ്യം റോസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മുടെ കൂവപ്പായസത്തിനുള്ള പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, ഈ ഒരു പരുവത്തിലാണുള്ളത്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാര്യം നമ്മുടെ പൊടിയെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലൂടെ അരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലെ ചെറിയ ചെറിയ കരടുകളും ഒക്കെ നമ്മുടെ പൊടിയിലുണ്ടാവും. പൊടി നന്നായിട്ട് വെളുത്തതായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും അത് അറിയില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി നമ്മുടെ അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നോക്കൂ, ഇത്രയും ഇതിൽ കരടുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ അരിക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കൂവപ്പായസത്തിൻ്റെ കളറിൽ നല്ല വേരിയേഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിലെ അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് അരിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരയാണ്. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്ന ശർക്കര പാനി കൂടി ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കൂവപ്പായസം കണ്ടു, നന്നായിട്ട് കളറൊക്കെ മാറി ശർക്കരയുടെ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ പരിപ്പാണ്. അപ്പോൾ അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയും എപ്പോഴും തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. കൈ വിടാതെ നമ്മൾ എപ്പോഴും കൂവപ്പായസം ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈഡ് മാത്രം കട്ടയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അധികം വേവെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കൂവപ്പൊടിക്ക് വേവുണ്ട്, എന്നാൽ കൂടെ ഒരുപാട് വേവൊന്നുമില്ല. പിന്നെ നമ്മുടെ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് ഇരിക്കും. നമ്മുടെ വെള്ളം തിളച്ച് വരുന്ന സമയത്താണല്ലോ ഈ പൊടി കുറുകി വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സമയമെടുക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആവാറായിട്ടുണ്ട്. ചെറിയ ചെറിയ കുമിളകളൊക്കെ മേലേക്ക് വന്നു തുടങ്ങി. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ കൂവപ്പായസം റെഡി ആയിക്കോളും. ഈ സമയത്താണ് നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാ കൊത്തുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാ കൊത്തുകൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കൂവപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഏതൊക്കെ മെത്തേഡിലാണ് കൂവപ്പായസം തയ്യാറാക്കുന്നതെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you for watching.